എയർ ആംബുലൻസ് തിരുവനന്തപുരത്തു നിന്നും കൊല്ലം സ്വദേശിയുടെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് ഇപ്പോൾ കൊച്ചി ഹയാത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ അല്ലെങ്കിൽ എത്തുന്നതിന്റെ ദൃശ്യമാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊച്ചി ഹയാത്തിലേക്ക് എയർ ആംബുലൻസ് വന്ന് ഇറങ്ങുകയാണ്. ഹൃദയം വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് തിരുവനന്തപുരത്തു നിന്നും അരമണിക്കൂർ മുമ്പാണ് പുറപ്പെട്ടത്. ഇതാ കൊച്ചി ഹയാത്തിലെ ഹെലിപ്പാഡിലേക്ക് എയർ ആംബുലൻസ് വന്നിറങ്ങുന്നു. അവിടെ നിന്ന് അബ്ദുൾ റഹീം ഉണ്ട്. റഹീം, എയർ ആംബുലൻസ് വരികയാണ്. ഉടൻ തന്നെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടില്ലേ? ഉടൻ തന്നെ ഹൃദയം കൈമാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടില്ലേ? തീർച്ചയായും അതാ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട എയർ ആംബുലൻസ് ഇതാ കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം ഈ ഹെലികോപ്റ്ററിൽ നിന്നുള്ള ഹൃദയവും വഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് കുതിച്ചുപായും. ആംബുലൻസൊക്കെ ഇവിടെ സജ്ജീകരിച്ച് തയ്യാറായി നിൽപ്പുണ്ട്. ആംബുലൻസ് വിസിബിളായ സമയത്ത് തന്നെ കൊച്ചിയിലെ റോഡുകൾ, അതായത് ഈ ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് ഈ ജനറൽ ആശുപത്രിയിലേക്കുള്ള റോഡുകൾ പോലീസ് ഇതിനോടകം തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ എയർ ആംബുലൻസിൽ നിന്നുള്ള കൊല്ലം സ്വദേശിയായ ഷിബുവിൻ്റെ ഒരു ഹൃദയം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും. ഇവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി നേരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക്. നേപ്പാൾ സ്വദേശിയായ 21 വയസ്സുകാരിയാണ് ഈ ഒരു ഹൃദയം കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ അവിടെ ആ പെൺകുട്ടിയുടെ എല്ലാവിധ പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള ചികിത്സയും അല്ല മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പരിശോധനകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഹൃദയം അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട താമസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ രീതിയിൽ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് സ്വാഭാവികമായും ഇവിടെ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എത്തും. 5 മിനിറ്റ് സമയമാണ് പറയുന്നതെങ്കിൽ പോലും 4 മിനിറ്റിനുള്ളിൽ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും റോഡുകളെല്ലാം ക്ലിയർ ആണ്. ഈ ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസ് എത്തേണ്ട താമസം മാത്രം. സജ്ജീകരണം എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 21 വയസ്സുകാരിയായ നേപ്പാൾ സ്വദേശി പൊതുജീവിതത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അതാ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. ഇതാ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. റോഡുകളെല്ലാം ക്ലിയർ ആണ്. ഇനി അങ്ങോട്ടേക്ക് എത്തേണ്ട താമസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. തീർച്ചയായും, അതായത് 4 മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താനുള്ള തീവ്രമായ ശ്രമങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്താണെങ്കിലും അതിവേഗം തന്നെ ആംബുലൻസ് വരികയാണ്. ഇപ്പോൾ ജോയിയും കൂടി ചേരുകയാണ്. ജോയി, 4 മിനിറ്റിനുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുമല്ലേ? തീർച്ചയായും സംഗീത, ആംബുലൻസ് ഇപ്പോൾ ഹയാത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഇത് 4 മിനിറ്റ്, ഏകദേശം 5 മിനിറ്റാണ് സമയം പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നെയാലും 4 മിനിറ്റിനുള്ളിൽ തന്നെ ആംബുലൻസ് ഇതുപോലെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കും എന്നുള്ള ശ്രമത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഗോശ്രീ പാലത്തിൽ കൂടെ ആംബുലൻസ് കടന്നു പോവുകയാണ്. അപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ, അതായത് അകമ്പടി വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എത്രയും വേഗം ഇത് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുക. അതായത് ഹൃദയത്തിനായി കാത്തിരിക്കുന്ന നേപ്പാൾ സ്വദേശിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതം, കുട്ടിയെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൊടുത്തുള്ള എല്ലാ പ്രതീക്ഷകളുമായി
സന്തോഷകരമായാണ് ഈ വിജയകരമായി ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗത്തിൽ ഇത് ഇവിടെ നിന്ന്, അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം, ഇപ്പോൾ ഗോശ്രീ പാലം കഴിഞ്ഞ മറൈൻ ഡ്രൈവിൻ്റെ റോഡിലേക്ക് ആംബുലൻസ് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 3.5 കിലോമീറ്റർ താഴെ ദൂരമാണ് ആശുപത്രിയിലേക്കുള്ളത്. അപ്പോൾ അതൊരു 4 മിനിറ്റിനുള്ളിൽ ഒതുക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എത്രയും വേഗം ഈ അവയവമായിട്ടുള്ള ആംബുലൻസ് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് സംഗീത ലക്ഷ്യം. അതിനുവേണ്ടിയായിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതായത് എല്ലായിടത്തും പ്രധാനമായിട്ട് ഈ ആംബുലൻസ് സഞ്ചരിക്കേണ്ട വഴികളിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ആംബുലൻസ് സുഗമമായി പാസ് ചെയ്യാനുള്ള ബാക്കി എല്ലായിടത്തും റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും, അതായത് ജംഗ്ഷനുകൾ അല്ലെങ്കിൽ പ്രധാനമായി ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ പോലീസ് നിയന്ത്രണമുണ്ട്. ഇപ്പോൾ ആംബുലൻസ് ഇപ്പോൾ മറൈൻ ഡ്രൈവ് അല്ല ഹൈക്കോർട്ടിനടുത്ത് പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഉടൻ തന്നെ ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമേ ആംബുലൻസ് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ